guys, it's me Donna. Welcome to my another mini vlog. അപ്പം this is my ഇല്ലടേ ഞാൻ മുടി കൊള്ളാം guys അപ്പം this is just a normal visit. എന്താ പറയുക, ആനിയുടെ നോർമൽ വിസിറ്റ് ആണ്. സംടൈംസ് ഒരു വീക്കിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ലഞ്ച് കഴിഞ്ഞു, വൈകിട്ടായപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നാളെ പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു വ്ളോഗും ഇല്ലെന്ന്. അപ്പം ഇന്ന് അപ്പം ഇരിക്കട്ടെ നമ്മൾ ഒരു വ്ളോഗ് ഗൈസ്, ആനിയുടെ വിസിറ്റ് ആൻഡ് ദ തിങ്സ് ദാറ്റ് വി ആർ ഡൂയിങ് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പം ആനി എപ്പോഴും എൻ്റെ അടുത്ത് പറയും എൻ്റെ എല്ലാ വ്ളോഗിലും കൊച്ചു ഇതായിട്ടാണ് നിൽക്കുന്നത്, മേക്കപ്പ് ഒന്നും ഇടാതെ നിൽക്കുന്നത് എപ്പോഴും കംപ്ലൈൻറ്റ് പറയും. ബട്ട് ദാറ്റ്സ് ഓക്കെ, നാച്ചുറൽ ഇസ് ബ്യൂട്ടിഫുൾ, നാച്ചുറൽ ഇസ് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ വുമൻ. അവർ കഴിഞ്ഞ കേസ് പഠിച്ചു തീർന്നോ? നാളത്തെ എക്സാമിൻ്റെ തീർന്നോ? ലിയോണ് ബാക്കിയുണ്ടോ? അപ്പൊ ഇത് നമ്മള് പോകുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാണെങ്കിൽ നമ്മൾ വാവ് ഗൈസ്. അപ്പം നമുക്ക് പോത്തീസിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പം രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും മാത്രം, ഞാനും ആനിയും മാത്രം പോകാനായിരുന്നു പ്ലാൻ. പഠിച്ച് ബാത്റൂമിലായി ഗൈസ്, ബാത്റൂമിലായി. അപ്പം അവരുടെ എക്സാംസിന് അവർ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പോത്തീസിൽ കൊണ്ടുപോകും. അപ്പം ഞങ്ങളുടെ ഇടയിൽ മാത്രം പോകാനായിരുന്നു പ്ലാൻ. അപ്പം ഇവർ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് തീരുവാണെങ്കിൽ നമ്മൾ അവരെയും കൂടെ കൊണ്ടുപോകും. കഴിഞ്ഞ ബസ്സിയാ പഠിച്ചു ഞാൻ നിന്നോട് പറഞ്ഞില്ലടി എന്താ, ഞാനൊരു ദിവസം രാത്രി ഒരു 8:30-9 മണിയായപ്പോ ഞാൻ ലുലുലു പോയി. എനിക്ക് ഭയങ്കര പുതി ഓഫീസിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ലുലുലൂടെ പോയായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നപ്പോ രസമലൈ തീർന്നു. ഞാൻ കിലോമീറ്റർ ഓടി വന്നു. എടേ കെസിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയാ പോയെന്ന് പറയാം. അപ്പൊ അവിടെ തീർന്നു. അതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി മാത്രം വന്നെന്ന് പറഞ്ഞപ്പോ പയ്യൻ പറഞ്ഞു ഇതിന് പ്രിപ്പയർ ചെയ്യണം ഒന്നും കൂടെ, സമയം എടുക്കും 1/2 മണിക്കൂർ. നമുക്ക് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ചെയ്തോ? അങ്ങനെ 1/2 മണിക്കൂറൊന്നും എടുത്തില്ല. ഞാൻ പോവാൻ വേണ്ടിയാ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞത്. കത്തുന്ന തീയിനകത്ത് പെട്രോൾ ഒഴിച്ചു കൊടുക്കും. കത്തുന്ന തീയില് പെട്രോൾ തന്നെ ഒഴിക്കൂടെ? നിങ്ങളെന്നെ ഞെട്ടിച്ചു കളഞ്ഞു പിള്ളേരെ, ഞെട്ടിച്ചു കളഞ്ഞു. ഇത് ഇത്രയും പഠിക്കും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പാസ്റ്റായാ കിസേ? പാസ്റ്റാ തീർന്നില്ലേടാ? പിന്നെയും പോന്നു. എങ്ങോട്ട് പോന്ന്? നീ മാത്രം ജയിച്ചപ്പോൾ അവനും ജയിക്കാൻ മാർക്ക് മേടിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പാഠം പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോകും. മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഗ്രോത്ത് ആണ് ഓവർ പോപ്പുലേഷന്റെ. എന്തൊരു ചിരി, എന്തൊരു ചിരി. അപ്പൊ ഐശ്വര്യമായിട്ട് അത് ഞങ്ങളുടെ വെറും ഒരു ട്രിക്കായിരുന്നു ലിച്ചു. ഞങ്ങൾ പോകുന്ന പറഞ്ഞത് വെറും ഞങ്ങളുടെ ഒരു ട്രിക്കായിരുന്നു. നീ പഠിക്കാൻ വേണ്ടി ഒരു ട്രിക്കായിരുന്നു. അപ്പം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ദിവസം കൊണ്ട് കേസിയ പറയുന്നത് രസ്മലായി കഴിക്കണമെന്ന്. അപ്പം സാധാരണ കേസിയൊക്കെ അങ്ങനെ സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ലാസ്റ്റ് ടൈം നമ്മൾ അന്ന് ആനിയുടെ വീട്ടിൽ പോയില്ലേ, അപ്പം നമ്മൾ രസ്മലായിയും പിന്നെ കുറച്ച് സാലഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് പോയില്ലായിരുന്നു. അപ്പം അന്ന് രസ്മലായി കഴിച്ചപ്പോഴത്തേക്ക് കേസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞ് ഒരു കുറേ വട്ടം നമ്മുടെ അടുത്ത് പറഞ്ഞാൽ രസ്മലായി വേണം പപ്പ, രസ്മലായി മേടിച്ചിട്ട് വന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും കൂടെ പോയി ക്ലോസിങ് ടൈം ആയപ്പോഴായിരുന്നു ലുലുവിൽ ചെന്നത്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ആക്ച്വലി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒന്നുപോലും നമുക്ക് മേടിക്കാൻ കിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് സമയം ഉണ്ട്, 7:30 അപ്പം നമുക്ക് പോയി നോക്കാം ഉണ്ടോ ഇല്ലയോ. ഇടയ്ക്ക് ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്തോണ്ടിരിക്കുക? പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്തു. ആക്ച്വലി ബ്രെഡൊക്കെ വെച്ചിട്ട് ഒരു കൈൻഡ് ഓഫ് പിസ്സ ഉണ്ടാക്കും കെസിയ. അപ്പം അത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു. കാരണം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കിട്ടത്തില്ല. അപ്പം നമുക്ക് പോയി എടുത്തിട്ട് വരാം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകാം, പോത്തീസിലോ അവിടെ എവിടെ പോകാം. അതാണ് നമ്മുടെ പ്ലാൻ. ഞാൻ ഓൾറെഡി ഇട്ടോ. എനിക്കതല്ല പേടി, വർക്ക് ഇപ്പൊ അസൈൻ ചെയ്യാതിരുന്നാ മതി. വന്നിട്ടില്ല. അല്ലല്ല, വർക്ക് വരുവാണെങ്കിൽ നമുക്ക് അപ്പൊ അങ്ങനത്തെ കണക്ക് എന്താ വെച്ചാൽ
കഴിഞ്ഞ കിസി മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇതിലിടണ്ട. നീ എന്ത് മേക്കപ്പാണ് ഷോപ്പിംഗിൽ ചെയ്യാൻ പോകുന്നത്? മൈ ഗോഡ്, യു ആർ ടു മച്ച്. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാനാ ഭയങ്കര ടു മച്ച് എന്ന് ഗൈസ്. പക്ഷെ കിസി ഇസ് ടു മച്ച്. മേക്കപ്പ് ഇടണേ എന്നിട്ട് പറയും ഇയാള് മൊത്തം മേക്കപ്പ് ഇട്ട് ഞാനൊരു മേക്കപ്പ് ഇട്ടില്ല. ഈ സാധനം ഇഷ്ടമില്ല, ശവത്തി ഇട്ടാണെങ്കിലും അത് ഇയാള് സ്കിൻ കളറിൽ ഇയാള് മേടിക്കാത്തതുകൊണ്ടാണ്. അത് ചെക്ക് ചെയ്തിട്ടാണ്. ഒരു ദിവസം നമുക്ക് പോവാം. ഒരു ദിവസം നമുക്ക് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട്. എനിക്ക് ലിപ്സ്റ്റിക് മാത്രം മതി. ഓക്കെ ലെറ്റ്സ് ഗോ. ആനി വർക്കിംഗ് ആണ്, അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. അപ്പം വർക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർക്ക് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റീച്ച്. അവിടെയാണല്ലോ ഉണ്ടല്ലോ. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. Finally we've reached അല്ല വീക്ക് ഡേ അല്ല, വർക്കിംഗ് ഡേ. Finally we've reached the Chanda. മതി These are good, eh? ആക്ച്വലി പാർക്കിംഗ് കഴിഞ്ഞ് അകത്തോട്ട് കയറുന്നത് ഒരു ട്രഷർ ഹണ്ട് പോലെയാണ് ഗൈസ്. കാരണം നമുക്ക് എൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. കിസി യു ലുക്ക് സോ നൈസ്. ഇവർ രണ്ടുപേരും പോന്നു. അവർ രണ്ടുപേരും അവരുടെ വൈബിനും നമ്മൾ പോവുക. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വൈബിനും പോവുക. അല്ലേ കിസി? ഗൈസ് കിസി ലക്കി ആണെന്നുണ്ടെങ്കിൽ രസ്മലായി കിട്ടും അല്ലേ? ഇല്ലെങ്കിൽ കിട്ടത്തില്ല. കിസി ഇന്നും ലക്കി അല്ലതാ, രസ്മലായി ഇല്ല. കിസി എന്തോ പ്രശ്നമുണ്ട്. സോറി, രസ്മലായി ഇല്ല. ഗുലാബ് ജാമുൻ ഉണ്ടോ? വേറെ ഒന്നുണ്ടോ? വേറെ മറ്റേ സാധനം പേടയോ സംതിങ്. പക്ഷേ നോ രസ്മലായി. കിസി യു ആർ ഡിസപ്പോയിന്റഡ്. ആനി കിസി സാഡായി. നമുക്ക് വേറെ കുറെ സാധനം ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് സ്പൈസി നിന്റെ ഫേവറേറ്റ് എന്തെങ്കിലും മേടിക്കാം. ലസാനിയ ഇന്ന് എന്റെ മുഖത്തടി ലസാനിയ മതിയോ? ലസാനിയ സീ ഫുഡ് ബീഫാണോ ലസാനിയ? അല്ല അതാണ് നിനക്ക് വേണ്ടത്. വരുന്നു കോപ്പി ഇത് വേണ്ട. ഇത് ലാസ്റ്റ് മേടിച്ചപ്പോൾ ഫ്ലോപ്പായിരുന്നു. അത് വേണ്ട. അപ്പോൾ ഇതോ ലസാനിയ ചിക്കനും ബീഫും ഒന്ന് ഏതാ ഡിസൈഡ് ചെയ്യും? പെട്ടെന്ന് ഡിസൈഡ് ചെയ്യും. എന്താ ഇയാൾ ഓർഡർ ചെയ്തത്? ലസാനിയയും പാസ്തയും. വാ കിട്ടിയല്ലോ. വാ ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുക. അപ്പം കെസിക്ക് വീട് വരെ ചീസ് കേക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പം ഇവിടെ വെച്ച് തന്നെ കഴിക്കാൻ നോക്കട്ടെ. കെസി അങ്ങനെ ചീസ് കേക്ക് കഴിച്ചിട്ടില്ലല്ലേ? ഇത് ഫസ്റ്റ് ടൈം അല്ല കെസിയാ? എങ്ങനെയുണ്ട് ചീസ് കേക്ക്? എങ്ങനെയുണ്ട്? കൊള്ളോ? ലിയോൺ ഐസ്ക്രീം ഇല്ല, കോൺ. അവന് കോൺ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരു കോൺ മേടിച്ചു. എവിടെ ഒരു കോൺ? ഇവരൊക്കെ ഐസ്ക്രീം ലവേഴ്സിനെക്കാട്ടിലും കൂടുതൽ കോണാണ് ഭയങ്കര ഇഷ്ടം. ഇതെങ്ങനെ കഴിക്കുന്ന അറിയോ? പിന്നെ ഞാനില്ല. എന്നിട്ട് ഇതിൽ മുക്കി കഴിക്കോ? എൻ്റെ ദൈവമേ, വിയർഡോസ്. അയ്യോ. കേക്കിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാ? ഞങ്ങൾ ഭയങ്കര വിയേർഡ് ഈറ്റിംഗ് ഗൈസ്. കോണൊക്കെ മേടിച്ച് ഐസ്ക്രീമിൽ മുക്കി കഴിക്കുക, കേക്കിൽ മുക്കി കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. കറി ചോറിയും മുക്കി കഴിഞ്ഞു. ഇതിലിടണം. എന്താണ് അതിനത്ര പ്രത്യേകത? ഇത് നോക്കട്ടെ.
ഇനി നമുക്ക് കോൺ ഇതിൽ മുക്കി കഴിക്കാം. ഇതെന്ന് ടാക്കോസ് കഴിക്കുന്നാടാ ലിച്ചു. ഈ ഐസ്ക്രീം ഐസ്ക്രീമിന്റെ കോണും ഇതേ പാസ്തയും. മൈ ഗോഡ് എന്തുവാണ്. അങ്ങനെ പാസ്തയും കെസിയെ പൊട്ടിച്ച്. കെസിക്ക് പേഷ്യൻസ് ഇല്ല. പാസ്തയും ഇഷ്ടപ്പെട്ട കെസിയുടെ മുഖത്തുനിന്നേ മനസ്സിലാവുന്നു അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുള്ളത്. പക്ഷെ ആ എക്സ്പ്രഷൻ എവിടുന്നോ കോപ്പി അടിച്ചതാണ്. എങ്ങനെയുണ്ടടാ? കൊള്ളാവോ? ഞാൻ വിചാരിച്ച ഫ്ലോപ്പ് ആയിരിക്കും, പക്ഷെ പാസ്ത അടിപൊളി. അപ്പം നമ്മൾ അമൂലിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ആക്ച്വലി ഐസ്ക്രീമൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് ലസ് ഭയങ്കര വെള്ളം പോലെ വരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടില്ല ഗൈസ്. അപ്പോൾ ഇനി ലസാനിയ മാത്രമേ ഉള്ളൂ വീട്ടിൽ കൊണ്ടുപോകാൻ. ഇനി പക്ഷേ അതും കൂടെ ഞങ്ങളിപ്പോൾ തുറക്കാൻ പോവുക. കാരണം ഞങ്ങൾക്ക് ആർക്കും പേഷ്യൻസ് ഇല്ല. കെസിക്കുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ, ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ നമുക്ക് വേണമെന്നൊന്നുമില്ല. ഓക്കെ, വരത്തില്ല. ആകെ വരും. അതാവേ വരാതിരുന്ന മതി. കൊള്ളാടാ. എനിക്ക് എസി കൊടുക്കും, എസി കൊടുക്കും. ഉപ്പില്ലാതാവൂല്ലോ. ഇവിടെ ഇതുണ്ടല്ല. കഴിക്കും മക്കള്, കഴിച്ചോ. എനിക്ക് അവസാനം ഒരു ഇച്ചിരി തന്നത് ഗായ്സ്. അപ്പം നമ്മൾ വന്ന സാധനം മാത്രം കിട്ടിയില്ല, ബാക്കി അല്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഫുഡ് കോർട്ടിലൊക്കെ ഇരുന്ന് കഴിച്ചു. എന്നിട്ടേ നമ്മൾ വീട്ടിൽ പോകാൻ പോവാ. സോ വി ആർ ഗോയിങ് ഹോം. കിസിയ രസ്മലായി കഴിക്കാൻ വന്ന് ലസാനിയ കഴിച്ചിട്ട് തിരിച്ചു പോവാണ്. ദാറ്റ്സ് ഓക്കെ കിസിയ. ഇനി അടുത്ത കേട്ടോ നമുക്കൊന്ന് മേടിച്ചോ. പോസിബിൾ സാധനം എടുത്തു. ഞങ്ങളിന്ന് പോത്തീസിലൊന്നും പോയില്ല. ലുലുവിൽ മാത്രമേ നമ്മൾ പോയുള്ളൂ. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പം ഇന്നത്തെ ഡേ വാസ് സോ അമേസിംഗ് അല്ലേ കിസിയ? ഇടയ്ക്ക് ഞങ്ങൾ കേറി വന്നതും വണ്ടി ഇറങ്ങിയതും മഴയും കരണ്ടും. താങ്ക് യു സോ. കറണ്ട് ഇല്ല, ഇപ്പൊ വണ്ടിയുടെ ലൈറ്റിലാണ് നമ്മൾ ഇന്ന് അവസാനത്തെ ഷോട്ട് എടുക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡേ. ചെന്നിട്ട് വിളിക്കണേ കേട്ടാ. ആനി പോവാൻ പോവാ. ഇന്നത്തെ എൻജോയ്മെന്റ് ഇസ് ഓവർ. നാളെ കെസിക്ക് ലിയോണിനും എക്സാംസ്. അപ്പൊ ലിയോ ഓൾറെഡി ഉറങ്ങി. അപ്പൊ നല്ല മഴയുണ്ട്, തണുക്കുന്നു, ഭയങ്കര മഴ. ബൈ ബൈ ബൈ. കെസി രാവിലെ പഠിക്കാൻ പോയി കിടന്നുറങ്ങാം. 5 മണിക്ക് വിളിക്കാം അമ്മമ്മ. ചെൽ. ഇല്ലില്ല, ഞാൻ മറക്കത്തില്ല. പോ. ഗുഡ് നൈറ്റ്. ബൈ.